വെച്ചോളുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാർമല സ്കൂൾ ഗ്രൗണ്ടായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ പുഴയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് സൈനികർ രംഗത്തിറങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഏകദേശം 50-50 വരുന്ന രക്ഷാ സൈനികരാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്നത് വെള്ളാർമല സ്കൂളിൻ്റെ മുറ്റത്ത് ആണ്. അവിടെ നമുക്ക് പരസ്പരം തൊട്ടപ്പുറത്തുള്ള മുണ്ടക്കയം ഭാഗത്തേക്ക് പോലും നമുക്ക് കാണാമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ ഒരവസ്ഥയാണ്. ഈ ഒരു സമയത്ത് ഇവിടെ ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ കോടമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. ഇവിടെ നിന്ന് നോക്കിയാൽ അക്കരെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അഥവാ ഇവിടെ നിന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഏക മാർഗം വാഹനം കടഞ്ഞില്ലാണ് മാർഗം ഒരു പാലമായിരുന്നു. ആ പാലം ഈ ദുരന്തത്തിൽ ഒലിച്ചുപോയി. അപ്പോൾ ആ കര പ്രത്യേകമായി ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ആ അവസ്ഥയിൽ തൊട്ടപ്പുറത്തു നിന്നുള്ള ആളുകൾ ഇവിടേക്ക് കൂകി വിളിക്കുകയോ കൈകൊട്ടി വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരുന്നു പതിവ്. പിന്നീട് സൈന്യമെത്തി വടം പോലുള്ള റോപ്പ് ഉപയോഗിച്ച് അവരെ പുറത്തേക്ക് എടുക്കുന്ന കാഴ്ചയായിരുന്നു നേരത്തെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ അക്കരയ്ക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങളെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സൈന്യം അവരുടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് ആ വെള്ളാർമല ഭാഗത്തു നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആ കരയിൽ നിന്ന് കുടുംബമാണ് എന്ന് തോന്നുന്നു. അവരിങ്ങനെ രക്ഷാപ്രവർത്തകർ അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ എത്തി ഒന്നുകിൽ വടം ഉപയോഗിച്ചുള്ള റോപ്പിൽ വേണം അവരെ കസേരകളിൽ ഇരുത്തി മറ്റുമൊക്കെ ആയിരിക്കണം. കുറച്ചാളുകൾ അധികം അങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളും കുട്ടികളുമൊക്കെ ഒറ്റപ്പെട്ടു പോയവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ നേരത്തെ നമ്മൾ കോടമഞ്ഞിൽ പുതഞ്ഞൊരവസ്ഥ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്ര തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നതിന് ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോട അല്പം മാറി. പക്ഷേ എങ്കിൽ പോലും ആ കോടയിൽ തന്നെ പുതഞ്ഞ ആളുകൾ നിഴൽ പോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വൈകുന്നേരം 4 മണിയാണ് എന്നത് നമ്മളിവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. ആ സമയത്താണ് ഇവിടെ കോടമഞ്ഞ് ഈ രീതിയിലേക്ക് വന്നിട്ടുള്ളത്. സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഒരു സൈനികൻ ചളിയിൽ പുതഞ്ഞ് അവിടെ വീണുപോയ ഒരു കാഴ്ചയാണ്. അവരെ രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ്. തൊട്ടപ്പുറത്തേത അവിടെ ആ നടുവിലേക്ക് ആളുകൾ സൈന്യം വടം കെട്ടിക്കൊണ്ട് ആ പുഴയുടെ നടുവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാം. രക്ഷാപ്രവർത്തനത്തിൻ്റെ സൈന്യം ഇടപെടുന്നൊരു കാഴ്ചയാണ്. ഒരു പക്ഷേ എന്താണ് സൈന്യത്തിൻ്റെ പദ്ധതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവർ വടം ഉപയോഗിച്ച് നമുക്ക് കാണാൻ അല്പം കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. വടം ഉപയോഗിച്ച് അവർ അവിടേക്ക് ഒന്ന് ഇറങ്ങുവാനുള്ള ശ്രമം നടത്തി. അവിടെ നിന്ന് അവർ വീണ്ടും ഉള്ളിലേക്ക് തന്നെ പുറത്തേക്ക് തന്നെ വന്നു. ഇതാണ് കാഴ്ച. സൈനികർ രക്ഷാപ്രവർത്തനത്തിന് പറ്റിയ ഒരു ഇടം അന്വേഷിച്ച് ഇവിടെ എത്തി. പക്ഷേ എനിക്ക് തോന്നുന്നു വേണമെന്ന് മാറ്റി പറയാം. സൈനികർ നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പുഴയിലേക്ക് ഇറങ്ങുന്ന ഈ വെള്ളപ്പാച്ചിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചു പോവുകയാണ്. അഥവാ ഏത് സ്ഥലമാണ് അവർക്ക് ഏറ്റവും അനിവാര്യം എന്ന് നോക്കിയാണ് അവർ ഇറങ്ങാൻ നോക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിന് ശക്തി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ ഇവിടെ ഇറങ്ങാൻ കഴിയാതെ തിരിച്ച് കയറുന്ന ഒരു കാഴ്ചയാണ്. പുഴയിലെ അല്ലെങ്കിൽ ഈ ഒഴുക്കിലെ ഈ വെള്ളത്തിൻ്റെ ശക്തി നേരത്തെ ഉള്ളതിനേക്കാൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുൻപ് ഉള്ളതിനേക്കാൾ കാഠിന്യത്തോടു കൂടി ഇപ്പോൾ ഇവിടെ ശക്തിയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്.
സൈന്യം ഇവിടെ ഇറങ്ങുവാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് അവർ അവരുടെ സാധന സാമഗ്രികളുമായി നീങ്ങുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ നമുക്ക് തൊട്ടക്കരെ കാണാൻ കഴിയാത്ത അത്ര വിധത്തിലുള്ള കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷണം ഇവിടെയുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. തൊട്ട് മുമ്പിൽ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് ആളുകളെ രക്ഷിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് എത്തിക്കുന്ന ഒരു വെള്ളാർമല ഭാഗത്തേക്ക് എത്തിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ തൊട്ട് മുൻപത്തെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. എന്നാൽ ഞാൻ അതേ പൊസിഷനിൽ നിന്നാണ് ഈ വീഡിയോയും എടുക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആ അക്കരയ്ക്ക് ഒന്നും എനിക്ക് കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥിതിവിശേഷം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തെ ഇവിടുത്തെ കോടമഞ്ഞ് അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് എന്നത് നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആ സ്കൂൾ നിന്നിരുന്ന പ്രദേശത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ കോടമഞ്ഞ് പുതഞ്ഞു വരുന്ന ഒരു അവസ്ഥ ഇവിടെ സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തേക്കും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.